നമ്മുടെ എല്ലാവരുടെയും നാടൻ പലഹാരമായ പിരിയഡിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. പണ്ട് മുതൽക്കേ നമ്മുടെ ഉമ്മയും ഉമ്മമ്മമാരൊക്കെ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് ഈ അട എന്ന് പറയുന്നത്. നമ്മളൊക്കെ അട എന്നാണ് ഇതിന് പറയാറ്. ചിലർ ഇതിന് പെരിയടാന്നും കോഴിയടാന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ വിരിച്ച് വെക്കുന്നത് കൊണ്ടാണ് ഇതിന് പെരിയട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പണ്ടാണ്. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള തേങ്ങ എടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ പോകുന്നത് വരെ നല്ലോണം തേങ്ങയിലിങ്ങനെ പഞ്ചസാരയിൽ വിളയിച്ചെടുക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മാവ് കുഴച്ചെടുക്കണം. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മൈദപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല കട്ടിയിൽ കുഴച്ചെടുക്കുക ചെയ്യേണ്ടത്. കുറച്ച് ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക കുഴച്ചെടുത്താൽ. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വണ്ണത്തിലുള്ള ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക ചെയ്യേണ്ടത്. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് പിരിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പിരിയഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓയിലിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡിയായി. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല മധുരത്തിലുള്ള ഫില്ലിങ്ങും ഉണ്ടായ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.